പരിസരത്തെ തെറ്റക്കൂരയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ എത്തിയാലും രണ്ടുപേർക്കും അവിടെയുള്ള തുല്യത്വം, അവിടെയുള്ള തുല്യമായ സ്വഭാവം, അവിടെ രണ്ടുപേരും ചെയ്യുന്നതെന്താ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുന്നിൽ വന്നിട്ട് സ്വലാത്ത് ചൊല്ലുകയാ, സലാം പറയുകയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ ഈ മഹത്വം ലോകത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഇങ്ങനൊരു മഹത്വം കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനൊരു ആദരവ് കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ ബഹുമാനിച്ചിട്ടുണ്ടോ? എല്ലാ സൃഷ്ടികളും ബഹുമാനിക്കുന്ന, എല്ലാ മനുഷ്യരും ബഹുമാനിക്കുന്ന, എല്ലാ മുഅ്മിനീങ്ങളും ബഹുമാനിക്കുന്ന, എല്ലാ മലക്കുകളും ബഹുമാനിക്കുന്ന, മലക്കുകളുടെ മൊത്തം രാജാവായ, എല്ലാ മലക്കുകളുടെയും പ്രിയപ്പെട്ട നേതാവായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പദവി എന്താണെന്നറിയോ? തന്റെ പേരിനോട് ചേർത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആഗ്രഹിക്കുന്നത് തന്റെ പേര് മലക്കുകളുടെ നേതാവെന്നറിയപ്പെടാൻ വേണ്ടിയല്ല, വാനലോകത്തെ രാജാവെന്നറിയപ്പെടാൻ വേണ്ടിയല്ല, സർവ്വ പ്രവാചകന്മാർക്ക് നുബുവത്ത് എത്തിച്ചു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ ആളെന്നറിയപ്പെടാൻ വേണ്ടിയല്ല. പിന്നെ ജിബ്രീൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? വല്ലാഹു ആസിമുഹു വജിബ്രീൽ ഖാദിമുഹു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്, സേവകനാണെന്നറിയപ്പെടാനാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? ഞാൻ റസൂലുള്ളാഹിന്റെ സേവകനാണെന്ന് പറയപ്പെടുന്നതാണ് ആഗ്രഹിക്കുന്നത്. ഈ മഹാഭാഗ്യം കിട്ടിയ ഈ മഹാവ്യക്തിത്വത്തിന്റെ ഉടമ. പലപ്പോഴും ഞാൻ എന്റെ നൂറുകണക്കിന് വേദികളിൽ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാ നബിമാരും ആഗ്രഹിച്ചു, എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു, എല്ലാവരും അല്ലാഹു തആലയുടെ തൃപ്തിയും അവന്റെ പൊരുത്തവും ആഗ്രഹിച്ചതിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് ഖിബലയാക്കി തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുണ്യ ഭൂമുഖം കഅബ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന് നേരെ മസ്ജിദുൽ അഖ്സയ്ക്ക് നേരെ തിരിഞ്ഞ് അത് ഖിബലയായി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചക പ്രഭുവിന്റെ വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്തൊരു ചെറിയ മോഹം അങ്കുരിച്ചു. എന്താണ് ആ മോഹം? പടച്ചവനെ, എന്റെ നാടായ, ഞാൻ പിറന്ന നാടായ ഈ പുണ്യഭൂമിയിലെ ആദ്യത്തെ വീടായ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയം എനിക്ക് ഖിബലയായി കിട്ടിയിരുന്നെങ്കിൽ എനിക്കും എന്റെ ഉമ്മത്തികൾക്കും കഅബയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഒരാഗ്രഹമൊന്നങ്കുരിച്ചപ്പോൾ ആ ആഗ്രഹം അപ്പടിയെ മനസ്സിലാക്കാൻ അറിയാൻ കഴിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നിമിഷം താമസിക്കാതെ പറയുക, വലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. അല്ലാഹു നിശ്ചയിച്ച ആ ഖിബലയായ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുമ്പോൾ ഖിബല കഅബാലയമായിരുന്നെങ്കിലെന്ന് റസൂലുള്ള ഒന്ന് ആഗ്രഹിക്കേണ്ട താമസം അപ്പോൾ അല്ലാഹുവിന്റെ അർശ് ധരിക്കുകയാണ്, അല്ലാഹുവിന്റെ തീരുമാനം മാറുകയാണ്, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ നിയോഗിക്കുകയാണ്. എന്നിട്ട് വന്നിട്ട് പറയുകയാണ്, വലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. ഞാൻ നിശ്ചയിച്ച ഖിബല മസ്ജിദുൽ അഖ്സയാണ്, അങ്ങ് തൃപ്തിപ്പെടുന്ന ഖിബല കഅബയാണ്. അതുകൊണ്ട് നബിയെ, അങ്ങ് തൃപ്തിപ്പെടുന്ന ഖിബലയിലേക്ക് അങ്ങേ നാം തിരിക്കുന്നതാണ് നബിയെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കിട്ടിയ റസൂലുള്ളാഹ്, ഈ ഭാഗ്യം മൊത്തം കിട്ടിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പഴയ കാലത്തെ വാളുകളിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ തലയിൽ നിന്നൊരു ചാണുയരത്തിൽ സൂര്യനുദിച്ച് നിൽക്കുന്ന കട്ടിച്ചെമ്പ് കൊണ്ട് നിർമ്മിതമായ മഹ്ശറ എന്ന അതിഭീകരമായ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അത്രയും ചൂടുള്ള ഒരു തറ ആർക്കും അഭിമുഖീകരിക്കേണ്ടി വരില്ല. അത്ര കഠിനമായ കട്ടിച്ചെമ്പ് കൊണ്ട് നിർമ്മിതമായ വെട്ടിത്തിളയ്ക്കുന്ന ചൂടുള്ള തറയിൽ ഓരോ മനുഷ്യനും അവരുടെ പാപത്തിന്റെ കണക്കനുസരിച്ച് ചിലരുടെ പാദങ്കാല് വരെ, ചിലരുടെ മുട്ടുവരെ, ചിലരുടെ അരവരെ ഇങ്ങനെ വിയർക്കുകയാണ്.
എത്തുകയാ. വിയർപ്പ് ചിലരുടെ അരവരെ എത്തുന്നു, ചിലരുടെ നെഞ്ചുവരെ വിയർപ്പെത്തുന്നു, ചിലരുടെ കഴുത്ത് വരെ വിയർപ്പെത്തുന്നു. പാപത്തിന്റെ വർധനമനുസരിച്ച് ചിലര് വെട്ടിത്തിളയ്ക്കുന്ന വിയർപ്പിനകത്ത് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു. ആ വിയർപ്പിൽ കിടന്നിങ്ങനെ മനുഷ്യൻ മുങ്ങിത്താണുകൊണ്ടിരിക്കുക. അതിഭീകരമായ ചൂടാ, അതിഭീകരമായ ചൂടാ. ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത തറയാണ് മക്കളെ, ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത ചൂടാണ്. അബ്ദുൽ നാസർ മഅ്ദനിക്കൊരു വിഷമം വന്നപ്പോൾ നാല് ഭാഗത്തുനിന്നും ഓടിക്കൂടുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നോമന സഹോദരങ്ങളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവിടെ വെച്ച് മഅ്ദനിയുടെ കാര്യം നോക്കാൻ കഴിയില്ല മക്കളെ. അവിടെ വെച്ച് മഅ്ദനിക്ക് നിങ്ങളുടെ കാര്യവും നോക്കാൻ കഴിയില്ല മക്കളെ. ഓരോ മണിക്കൂറിലും 2-3 വട്ടം ഫോൺ ചെയ്ത് എന്തായി താഴെ, എന്തായി എന്തായി എന്ന് ചോദിച്ച് മനസ്സിലൊന്ന് കാണാൻ പോലും അടുത്തൊന്ന് വരാനും കാണാനുമുള്ള ഭാഗ്യം പോലും നിഷേധിക്കപ്പെട്ട് എറണാകുളത്തെ വീട്ടിലിരുന്നു കൊണ്ട് ഓരോ വാർത്തകളും ടിവിയിൽ കാണുമ്പോൾ അപ്പോഴും ഫോൺ വിളിച്ചിട്ട് എന്തായി എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ നിമിഷവും മഅ്ദനിയെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയയ്ക്ക് അവിടെ വെച്ചെന്നെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല മക്കളെ. എനിക്ക് സൂഫിയായിക്ക് വേണ്ടി ബാധിക്കാൻ കഴിയില്ല മക്കളെ. എന്റെ പൊന്നാമന മക്കൾ പറഞ്ഞു മയ്യൂബിക്കും വേണ്ടി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ആർക്കു വേണ്ടിയും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ആരുടെയും അവസ്ഥ എന്താണെന്ന് എനിക്ക് നോക്കാൻ കഴിയില്ല, എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും നോക്കാൻ കഴിയില്ല, ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഓരോരുത്തരും എല്ലാവരും എന്റെ ശരീരമേ, എന്റെ ശരീരമേ, ഈ അതികഠിനമായ ചൂടിൽ നിന്ന് ഞാൻ എങ്ങനെയാവുന്ന രക്ഷപ്പെടുക? എന്റെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ എന്താ? എനിക്കെങ്ങനെയാ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുക? ആരാ എന്നെ ഇവിടുന്ന് സഹായിക്കാൻ വരിക എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ പരിഭ്രാന്തിയോടുകൂടി ഓടുന്ന രംഗമുണ്ടല്ലോ, കാലുകൾ നിറയ്ക്കുന്ന രംഗമുണ്ടല്ലോ, കാലുകൾ കൂട്ടിപ്പിടയുന്ന രംഗമുണ്ടല്ലോ. അതികഠിനമായ ചൂടിന്റെ കാഠിന്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ പരിഭ്രാന്തനായി ഓടുന്ന മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ വെച്ച് മഹാനായ അബുൽ ബസർ ആദം അലൈഹിസ്സലാം മുതൽ റസൂലുള്ളാഹി ഈസാ അലൈഹിസ്സലാം വരെയുള്ള ഒരൊറ്റ പ്രവാചക പ്രവരർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ മേലാളന്മാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരുത്തന്റെയും ഒരു അധികാരവും വിനിയോഗിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു പ്രധാനമന്ത്രിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു ആഭ്യന്തരമന്ത്രിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു ആഭ്യന്തര സെക്രട്ടറിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു പോലീസ് മേലാളന്മാർക്കും കസേര കിട്ടാത്ത ദിവസം, ആർക്കും ആരുടെയും അധികാരം കാണിക്കാൻ പറ്റാത്ത ദിവസം. അവിടെ അല്ലാഹു ചോദിക്കയാ ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. ആർക്കാണോ ഇന്ന് അധികാരമുള്ളത്? ആർക്കെങ്കിലും അധികാരമുണ്ടോ? ആർക്കെങ്കിലും അധികാരമുണ്ടോ? ലോകം വരത്തുമ്പുള്ളിൽ ചുറ്റിക്കൊണ്ട് നടക്കുന്നു എന്ന് കരുതുന്ന എത്രയോ പാവപ്പെട്ടവരെ ഇറാഖിലിട്ട് അതികഠിനമായി പീഡിപ്പിക്കുന്ന അബൂ ഗരീബിലെ തടങ്കൽ പാളയത്തിന് നിരപരാധികളുടെ രക്തം കൊണ്ട് ഹോളി കളിക്കുന്ന ഗോണ്ടലാമയിലെ തടങ്കൽ പാളയത്തിന് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന അങ്ങകലെ ഏതോ ആരോ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തു എന്നതിന്റെ പേരില് അഫ്ഗാനിലും ഇറാഖിലും കൂടി 15 ലക്ഷം നിരപരാധികളെ കൊന്നൊടുക്കിയ, കോടാനുകോടികളുടെ കെട്ടിടങ്ങൾ തകർത്ത, നൂറുകണക്കിന് സ്കൂളുകൾ തകർത്ത, നൂറുകണക്കിന് എണ്ണ ടാങ്കുകൾ നശിപ്പിച്ച, നൂറുകണക്കിന് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ഇന്നും ഇറാഖിലെ പാവപ്പെട്ട പെൺകുട്ടികളെ, നിരപരാധികളായ സുന്ദരികളായ പെൺകുട്ടികളെ വീടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുമ്പോൾ അതിനെതിരെ ഒന്നുറക്ക ശബ്ദിക്കുന്ന ഇറാഖിലെ രക്തത്തുളിപ്പുള്ള ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അബൂ ഗരീബിലിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന എത്രയെത്രയോ നിരപരാധികളെ ലോകത്തിന്റെ നാനാഭാഗത്തും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകരരാഷ്ട്രത്തിന്റെ തലവനായിരുന്ന ജോർജ് ബുഷിന് അവിടെ അധികാരമുണ്ടോ മക്കളെ? ബറാക് ഒബാമയ്ക്ക് അധികാരമുണ്ടോ മക്കളെ? അധികാരമുണ്ടോ? ഇല്ല, ആർക്കും അധികാരമില്ല. കാശ്മീരിന്റെ തെരുവോരങ്ങളിലേക്ക് പട്ടാളത്തെ അഴിച്ചുവിട്ടുകൊണ്ട് കാശ്മീരിലെ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് അധികാരമുണ്ടോ മക്കളെ? അധികാരമില്ല, അധികാരമില്ല. കള്ളപ്പോലീസുകാർക്ക് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി വിനീതനായ മഹദരിയെ ജയിലിലടക്കാൻ വേണ്ടി കള്ളത്തെളിവുകളും ഗൂഢാലോചനകളും വരെയുന്ന യെദ്യൂരപ്പയ്ക്ക് അധികാരമുണ്ടോ മക്കളെ? ഇല്ല. കർണാടകയിലെ ആചാര്യ എന്ന ആഭ്യന്തരമന്ത്രിക്ക് അധികാരമുണ്ടോ? ഇല്ല. ബാംഗ്ലൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ പദ്ധതിക്ക് അധികാരമുണ്ടോ? ഇല്ല.
കള്ളക്കേസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അലോക് കുമാറിനും ഓംകാരയ്യയ്ക്കും അധികാരമുണ്ടോ? ഇല്ല. ലോകത്തൊരുത്തനും അധികാരമില്ല. അള്ളാഹു ചോദിക്കുന്നു, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണടാ ഇന്ന് അധികാരമുള്ളത്? ഒരുത്തരും അധികാരമില്ല. എല്ലാ സിംഹാസനങ്ങളും തകർക്കപ്പെട്ടിട്ട്, എല്ലാ ചെങ്കോലുകളും വലിച്ചെറിയപ്പെട്ടിട്ട്,